Hi, I am Rogers Jose, Managing Director of Alpha Academy and Genius Integrated School, ALAPPUZHA. 2023-ലെ ഏറ്റവും മികച്ച ഒരു കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് CUET എക്സാമിനേഷന് ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് മാർച്ച് 12 നിന്നും മാർച്ച് 30 വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. കാരണം കഴിഞ്ഞ വർഷം വരെ 90 യൂണിവേഴ്സിറ്റികളായിരുന്നു കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിൻ്റെ അണ്ടറിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഈ വർഷം ഇപ്പോൾ വരെ 168 യൂണിവേഴ്സിറ്റികളാണ് ഇതിലേക്ക് ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും അവസരമൊരുക്കുന്നതിന് വേണ്ടി എക്സാമിനേഷന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് മാർച്ച് 30 വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. എല്ലാ വിദ്യാർത്ഥികളും ഈ അവസരം ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തുക. മാർച്ച് 30 വരെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏപ്രിൽ 1 മുതൽ 3 വരെ, ഏപ്രിൽ 1 to 3 കറക്ഷന് വേണ്ടിയിട്ടുള്ള വിൻഡോ ഓപ്പൺ ചെയ്യും. അതായത് ഇതുവരെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്ക് പുതിയ യൂണിവേഴ്സിറ്റികൾ ആഡ് ചെയ്യണമെങ്കിൽ, നാം അപ്ലൈ ചെയ്തതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ അവസരമായിട്ടാണ് ഏപ്രിൽ 3 വരെ കറക്ഷൻ വിൻഡോ ഓപ്പൺ ചെയ്ത് തരുന്നത്. ഈ അവസരവും എല്ലാ വിദ്യാർത്ഥികളും കൃത്യമായ ഡേറ്റ് ഓർത്തിരുന്ന് തന്നെ പ്രയോജനപ്പെടുത്തുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്കറിയാം, ഈ എക്സാമിനേഷന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കുള്ള എക്സാമിനേഷൻ സെൻറ്റർ NTA അനൗൺസ് ചെയ്യുന്നത് ഏപ്രിൽ 30 നാം എഴുതുന്ന എക്സാമിനേഷൻ, ഈ CUETയുടെ എക്സാമിനേഷൻ ഓൺലൈൻ എക്സാമിനേഷനാണ്. ഈ എക്സാമിനേഷൻ നടക്കുന്നത് മെയ് 21 to 30 ആണ്. അപ്പോൾ 21-നും 30-നും ഓൺലൈനായിട്ട് നടക്കുന്ന എക്സാമിനേഷൻ്റെ സെൻറ്റർ നമുക്ക് ഏപ്രിൽ 30 ആകുമ്പോൾ മനസ്സിലാകാം. അങ്ങനെ കിട്ടുന്ന സെൻറ്ററിൽ പോയി കൃത്യമായി പരീക്ഷ എഴുതി വേണം നമുക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ല കോഴ്സുകളിലേക്ക് എത്താൻ സാധിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് നമ്മുടെ പഠനം ഉറപ്പാക്കാനും ഏറ്റവും നല്ല ഫ്യൂച്ചറിലേക്ക് എത്താനും. ഇനി ഈ CUET എക്സാമിനേഷനിലൂടെ നമുക്കറിയാം 168 യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുമ്പോൾ ഈ വർഷം മുതൽ അഗ്രികൾച്ചർ കോഴ്സിലേക്കുള്ള യൂണിവേഴ്സിറ്റികളിലേക്കുള്ള അഡ്മിഷനും ഈ CUET എക്സാമിനേഷനിലൂടെ തന്നെയാണ് നടത്തപ്പെടുന്നത്. ഈ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളിലെ വിവിധ കോഴ്സുകൾ എന്ന് പറയുമ്പോൾ 11 കോഴ്സുകളിലേക്കാണ് ഈ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റുക. ഈ 11 കോഴ്സുകൾ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, സെറികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി, കമ്മ്യൂണിറ്റി സയൻസ്, ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റിക്സ്, ഇതിനോടൊപ്പം തന്നെ ബിടെക് കോഴ്സുകളായ അഗ്രികൾച്ചർ, ഡയറി ടെക്നോളജി, ഫുഡ് ടെക്നോളജി ആൻഡ് ബയോടെക്നോളജി, ഈ 4 ബിടെക് കോഴ്സുകളിലേക്കും മൊത്തം 11 കോഴ്സുകളിലേക്ക് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിലേക്കും അഡ്മിഷന് വേണ്ടിയിട്ട് നാം എഴുതേണ്ട എക്സാമിനേഷനാണ് ഈ CUET എക്സാമിനേഷൻ. ഈ എക്സാമിനേഷന് നമുക്ക് വിവിധ സബ്ജക്റ്റുകൾ സെലക്ട് ചെയ്ത് പരീക്ഷ എഴുതാം. അത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ യൂണിവേഴ്സിറ്റികൾ സെലക്ട് ചെയ്യുമ്പോൾ അവിടെ ഏതൊക്കെ കോഴ്സുകളാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് സബ്ജക്റ്റുകൾ നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി ചൂസ് ചെയ്യാൻ സാധിക്കുക. 3 സബ്ജക്ട്സ് എങ്കിലും മിനിമം എഴുതണം. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിലേക്ക് ഒരു കോഴ്സിന് അഡ്മിഷൻ ലഭിക്കാനാണെങ്കിൽ നാം ഫിസിക്സ്, കെമിസ്ട്രി, മാത്സോ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയോ, ഫിസിക്സ്, കെമിസ്ട്രി, അഗ്രികൾച്ചറോ ഒക്കെ പിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് 3 സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് എക്സാമിനേഷൻ എഴുതാം. ഈ 3 മിനിമം സബ്ജക്റ്റ് എക്സാമിനേഷൻ എഴുതുന്നതിന് ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് 750 rupees ആണ്. ഇനി 3 സബ്ജക്റ്റിന് പകരം നമുക്ക് എക്സാമിനേഷൻ 7 സബ്ജക്റ്റുകൾ, 7 സബ്ജക്ട്സുകൾ എക്സാമിനേഷന് വേണ്ടി നമുക്ക് സെലക്ട് ചെയ്യാം. അതിലൂടെ വിവിധ യൂണിവേഴ്സിറ്റികളിലെ വിവിധ ഡിഗ്രി കോഴ്സുകളിലേക്കും നമുക്ക് അഡ്മിഷന് വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി നേടാം. ഇപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ട് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എങ്കിൽ നമുക്ക് ഈ 3 സബ്ജക്റ്റിനോടൊപ്പം ഇംഗ്ലീഷും സെലക്ട് ചെയ്യാം. അങ്ങനെ 7 സബ്ജക്റ്റുകൾ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഫീസ് 1500 rupees ആണ്. ഇനി 7 സബ്ജക്ട്സിന് പകരം 10 സബ്ജക്റ്റുകൾ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ എക്സാമിനേഷൻ ഫീ 1750 rupees ആകും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരു ക്യാമ്പസിലേക്ക് അഡ്മിഷൻ നേടാൻ, ഈ ക്യാമ്പസ് എന്ന് പറയുമ്പോൾ ഈ 168 യൂണിവേഴ്സിറ്റികൾ ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ അതിൽ തന്നെ 44 യൂണിവേഴ്സിറ്റികൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട്. 31 യൂണിവേഴ്സിറ്റികളാണ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ ഇപ്പം കോമൺ എൻട്രൻസ് ടെസ്റ്റിലേക്ക് വന്നിരിക്കുന്നത്. 27 യൂണിവേഴ്സിറ്റികൾ ഡീംഡ് യൂണിവേഴ്സിറ്റികളും അതിനോടൊപ്പം തന്നെ 66 പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് സെക്ടറിലെ യൂണിവേഴ്സിറ്റികളും, ഇതെല്ലാം ചേർത്തിട്ട്
168 യൂണിവേഴ്സിറ്റികളിലേക്കാണ് ഈ ഒരു സിംഗിൾ വിൻഡോ എക്സാമിനേഷനിലൂടെ നമുക്ക് അഡ്മിഷൻ ഉറപ്പാക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളും ഈ കോമൺ എൻട്രൻസ് ടെസ്റ്റിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. അതിനുവേണ്ടി നന്നായി ഒരുങ്ങുകയും വേണം. നാം ആദ്യം തന്നെ കണ്ടു ഈ എക്സാമിനേഷൻ നടക്കുന്നത് ഓൺലൈൻ എക്സാമാണ്. മെയ് 21 മുതൽ 30 വരെയാണ് എക്സാമിനേഷൻ. ഈ എക്സാമിനേഷൻ എഴുതുന്ന വിദ്യാർത്ഥികളിൽ നിന്നും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം ജൂലൈയിൽ തന്നെ ഇതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയറുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യും. ഓഗസ്റ്റ് 1 മുതൽ 2023-24 അക്കാഡമിക് ഇയറിലെ ക്ലാസ്സുകളും സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് മെഡിക്കൽ സെക്ടറും എഞ്ചിനീയറിംഗ് സെക്ടറും ഫോക്കസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു അഗ്രികൾച്ചർ സെക്ടറും താല്പര്യമുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ പോലെയുള്ള ഡീംഡ് യൂണിവേഴ്സിറ്റികളുടെയും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറുകളുടെയും സ്റ്റേറ്റ് ടോപ്പ് ലെവലുള്ള യൂണിവേഴ്സിറ്റികളിലേക്കുമൊക്കെ ഒരു ഡിഗ്രി കോഴ്സുകളും താല്പര്യത്തോടെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും CUET എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. നന്നായി പഠിച്ചൊരുങ്ങുക. നമുക്കറിയാം ഇതിനായൊക്കെ പഠിക്കേണ്ടത് 11ലെയും 12ലെയും സിലബസ് തന്നെയാണ്. അത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയോ മാത്സോ ഏതുമാവട്ടെ. ഇനി ഇതല്ല, ഡിഗ്രി കോഴ്സുകൾക്ക് നമ്മൾ പഠിക്കാനുള്ള എക്കണോമിക്സിൻ്റെയോ ഇംഗ്ലീഷിൻ്റെയോ അതുപോലെ നമുക്ക് ഡിഗ്രി കോഴ്സുകളിലേക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏത് സബ്ജക്റ്റുകളെയും ഹയർ സ്റ്റഡീസിന് വേണ്ടി നാം പോകുമ്പോൾ ഇതിൻ്റെ എല്ലാം ബേസ് എന്ന് പറയുന്നത്, ഇതിനെല്ലാം എൻട്രൻസിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് പറയുന്നത് 11ലെയും 12ലെയും പോർഷനെ ബേസ് ചെയ്തിട്ടാണ്. ഇതിന് നാം പഠിക്കേണ്ടത് NCERT ടെക്സ്റ്റ് ബുക്കാണ്. 11ലെയും 12ലെയും പോർഷൻസ് നന്നായി പഠിച്ചൊരുങ്ങിക്കൊണ്ട് ഈ എക്സാമിനേഷനെ ക്രാക്ക് ചെയ്യാനും ഏറ്റവും നല്ലൊരു വിജയം നേടാനും നമ്മുടെ പ്രൊഫഷൻ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു പൊസിഷനിലേക്ക് എല്ലാവർക്കും മൂവ് ചെയ്യാൻ സാധിക്കട്ടെ. ഇതിനായി ഈ കോമൺ എൻട്രൻസ് ടെസ്റ്റിന് വേണ്ടിയിട്ട് ആൽഫ അക്കാഡമി വിദ്യാർത്ഥികളെ ഒരുക്കുന്നു. ഇനിയുള്ള കുറച്ച് സമയം കൊണ്ട് ഒരു ക്രാഷ് കോഴ്സിലൂടെ ഏറ്റവും നല്ലൊരു അറ്റൻഷനോടുകൂടി പഠിക്കാൻ, ഏറ്റവും നല്ലൊരു കെയറോടുകൂടി പഠിക്കാൻ, സ്ട്രിക്റ്റായി ഓരോ ദിവസവും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുന്ന മോണിറ്ററിംഗ് സിസ്റ്റത്തിലൂടെ പഠിക്കാൻ, 22 വർഷമായി ഏറ്റവും നല്ലൊരു വിജയത്തിലേക്ക് വിദ്യാർത്ഥികളെ ഗൈഡ് ചെയ്യുന്ന, വിജയം നേടിക്കൊടുക്കുന്ന ഒരു സിസ്റ്റത്തോടൊപ്പം ചേർന്ന് പഠിക്കാൻ, ശാന്തസുന്ദരമായ ക്യാമ്പസിൽ ഒരു ഹോംലി അറ്റ്മോസ്ഫിയറുള്ള ഹോസ്റ്റൽ ഫെസിലിറ്റിയോടൊപ്പം പഠിക്കാൻ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഇൻവൈറ്റ് ചെയ്യുന്നു. ഇതിനോടൊപ്പം ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്തും അഡ്മിഷൻ പ്രൊസീജിയറും ഓൺലൈൻ പ്രോസസ്സിങ്ങിലും എല്ലാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൽഫ അക്കാഡമി കൂടെ ഉണ്ടാവും. വിശദ വിവരങ്ങൾക്ക് വിളിക്കാം, നേരിട്ട് വരാം. ആലപ്പുഴയിലെ ഒരു സിംഗിൾ സെന്ററിലൂടെ ഏറ്റവും നല്ല വിജയം നേടാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ബെസ്റ്റ് വിഷസ്.